എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഈ ഒരു ജൂലൈ 11 തീയതി രാത്രിയോടെ വിദ്യാർത്ഥികൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. 12 തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഉത്തരവ് വരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും തലേ ദിവസം തന്നെ സാധാരണഗതിയിൽ ഈ ഒരു ഉത്തരവുകൾ വരാറുണ്ട്, അതായത് ഒരു ദിവസം നേരത്തെ തന്നെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 11 തീയതിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വരുന്നതായിരിക്കും. ആ ഒരു ഘട്ടത്തിൽ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ്. അതായത് ജൂലൈ 9 തീയതി വൈകുന്നേരം 4 മണി വരെയാണ്. അപ്പോൾ അതായത് ജൂലൈ 9 തീയതി വൈകുന്നേരം 4 മണി വരെയാണ്. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ജൂലൈ 15 തീയതിയോടെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ സെക്കൻഡ് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ നേരത്തെ തന്നെ വന്നേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ജൂലൈ 15 എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഡേറ്റ് ആണ്, അതായത് ആ ഒരു ഡേറ്റിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നേരത്തെ വരികയാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ഈ ഒരു അലോട്ട്മെൻറ്റിന് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളെല്ലാം അതായത് വേക്കൻസി ലിസ്റ്റ് അതിനനുസരിച്ച് പ്രസിദ്ധീകരിക്കുകയും ആ ഒരു വേക്കൻസി അനുസരിച്ച് വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുകയുമാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിലും പിന്നീട് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുകയോ അല്ലെങ്കിൽ അപേക്ഷയിലെ തെറ്റ് തിരുത്തി പുതിയ വേക്കൻസി ലിസ്റ്റ് പ്രകാരം ഓപ്ഷൻസ് നൽകുവാനോ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകും, അതിനുശേഷം മാത്രമാണ് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് വിദ്യാർത്ഥികളെ ആ ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധയോടെ കാത്തിരിക്കേണ്ടതാണ്. ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് ശേഷം പിന്നീട് സ്പോട്ട് അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതേക്കുറിച്ചും വിശദമായിട്ടുള്ള വീഡിയോ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ഏകദേശം ജൂലൈ 15ഓടെയും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ജൂലൈ 12 തീയതിയോടെയും വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.